കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ MSF KSU ശ്രമം. ആൾമാറാട്ടം നടത്തി വോട്ട് ചെയ്യാനെത്തിയും അക്രമം അഴിച്ചുവിട്ടുമായിരുന്നു അട്ടിമറി ശ്രമം. MSF KSU ആക്രമണത്തിൽ നിരവധി SFI പ്രവർത്തകർക്കും പോലീസിനും പരുക്കേറ്റു. MSFന്റെ തട്ടിക്കൊണ്ടുപോകൽ നാടകം വിദ്യാർത്ഥിയുടെ വീഡിയോ പുറത്തു വന്നതോടെ പൊളിഞ്ഞു. ബസ്സുകളിലും വാഹനങ്ങളിലും സർവകലാശാല ക്യാമ്പസിലെത്തി തമ്പടിച്ച MSF യൂത്ത് ലീഗ് പ്രവർത്തകരാണ് അക്രമം അഴിച്ചുവിട്ടത്. വടി, ഹെൽമറ്റ്, കല്ല് തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ആൾമാറാട്ടം നടത്തി കള്ളവോട്ട് ചെയ്യാനുള്ള ശ്രമം പിടിക്കപ്പെട്ടതിന് പിന്നാലെയാണ് പോലീസിനും SFI പ്രവർത്തകർക്കും നേരെ MSFന്റെ ആക്രമണമുണ്ടായത്. അക്രമത്തിൽ പരിക്കേറ്റ SFI പ്രവർത്തകരെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലീഗിനൊപ്പം SDPIക്കാരും ചേർന്ന് ബസ്സിൽ ആയുധങ്ങളുമായി എത്തിയാണ് ആക്രമണം നടത്തിയതെന്ന് CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പറഞ്ഞു. ഇന്ന് കാലത്ത് സംഘർഷം ഉണ്ടായപ്പോൾ ഞാൻ അക്രമത്തിൽ പരിക്ക് പറ്റിയ SFI നേതാവിനെ കാണാൻ വേണ്ടി ജില്ലാ ആശുപത്രിയിൽ പോയിരുന്നു. അപ്പോൾ അവിടെ ആയുധമെടുത്ത് തലക്ക് അടിച്ച്, എന്നിട്ട് അതിൻ്റെ ഫലമായിട്ട് തലയിൽ സ്റ്റിച്ച് ഉൾപ്പെടെ, അതിൻ്റെ ഫലമായി മാരകമായ സംഘർഷം ഉൾപ്പെടെ, പരിക്കുൾപ്പെടെ പറ്റിയിട്ടുള്ള വിദ്യാർത്ഥി നേതാവിനെ ഞാൻ അവിടെ കണ്ടു. ഇപ്പോൾ ബസ്സിൽ ഒരു സംഘം വന്നിട്ടുണ്ട്. പോലീസ് അടിയന്തരമായിട്ടും ആ ബസ് പരിശോധിക്കണം. അതിലെന്തൊക്കെ ആയുധങ്ങളാണ് കൊണ്ടുവന്നതെന്ന് പരിശോധിക്കണം. അതേസമയം വോട്ട് ചെയ്യാനെത്തിയ കൗൺസിലറെ SFI പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയെന്ന MSF ആരോപണം പൊളിഞ്ഞു. വ്യക്തിപരമായ ആവശ്യത്തിന് ഹൊസൂരിൽ പോയതാണെന്ന വിദ്യാർത്ഥിയുടെ വീഡിയോ പുറത്തു വന്നതോടെയാണ് MSF നാടകം പൊളിഞ്ഞത്. എന്തായി ഞാൻ റായത്തിലുണ്ട്. ഞങ്ങൾക്ക് അവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇലക്ഷന് പോകാൻ കഴിഞ്ഞിട്ടാ. എനിക്കറിയില്ല കഥ. ഞാനിവിടെ സോറി കഥ അറിയുന്നില്ല. ഞാൻ അങ്ങനെ ചെറിയ പ്രശ്നമായിട്ട് ബാക്കിയിട്ടുണ്ട്. പിന്നെ അതിനോട് എനിക്ക് ഇലക്ഷൻ പോയത് ഞാൻ നേരമുണ്ട്. എനിക്ക് വേറെ അങ്ങനെ എത്താൻ ടൈം കിട്ടിയില്ല. ഇവിടെ തന്നെ ബാക്കിയാണ്. ഞാൻ തീർക്കാണ്ട് കുറച്ച് പ്രശ്നം. 2 ദിവസം കഴിഞ്ഞിട്ട് എത്തും. ഓക്കെ. അട്ടിമറി ശ്രമവും വ്യാജ ആരോപണങ്ങളും അക്രമവും നടത്തിയിട്ടും ഒരു മേജർ സീറ്റിൽ പോലും വിജയിക്കാൻ MSF KSU സഖ്യത്തിനായില്ല. കൈരളി ന്യൂസ്, കണ്ണൂർ.